നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ നക്ഷത്രക്കാരാണ് ബുധദശയിൽ ജനിക്കാറ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതം എപ്രകാരമായിരിക്കും, അവരുടെ ജീവിതത്തിലെ ദശകൾ എങ്ങനെയായിരിക്കും, ജീവിതത്തിൻ്റെ പുരോഗതി എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. ബുദ്ധിസാമർഥ്യം ഉള്ളവരാണ്. എന്തിൻ്റെയും പിന്നിലുള്ള സീക്രട്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും. ഏത് കാര്യവും ഒരിക്കൽ കേട്ടാൽ മതി, ദീർഘകാലം തന്നെ ഓർത്തു വയ്ക്കാനും അവസരം വരുമ്പോൾ അതെടുത്ത് പ്രയോഗിക്കാനും സാധിക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പിടിവാശിയും മേധാവിത്വവും ആർക്കും പെട്ടെന്ന് കീഴ്വഴങ്ങി കൊടുക്കാത്ത സ്വഭാവ പ്രകൃതി ഉള്ളവരാണ് ഈ നക്ഷത്രങ്ങളിൽ ഭൂരിഭാഗവും കാണാറ്. ഒരു തരത്തിൽ പറഞ്ഞാൽ വികാര ജീവികളാണ്. നിസാര കാര്യം മതി ഇവർക്ക് പെട്ടെന്ന് ഫീലാകും. പിന്നെ അത് തന്നെ ഓർത്ത് കുറേ കാലം, പിന്നെ ആ കാര്യം തന്നെ കുറേ കാലം കൊണ്ടു നടക്കും. ചെറിയ കാര്യത്തിന് പോലും ദേഷ്യപ്പെട്ടു എന്നിരിക്കും, പിണങ്ങി എന്നിരിക്കും. ആരോടെങ്കിലും വിരോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും അത് മാറില്ല. മാത്രമല്ല, ആ വിരോധം ചിലപ്പോൾ പകയായി മാറി എന്നും ഇരിക്കും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരാണ് എന്താണ് എന്നൊന്നും നോക്കാറില്ല. എന്തും പറയും, എന്തും ചെയ്യും. ആരെയും അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കില്ല. പക്ഷേ ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യും എന്ന് പറയുന്നത് പോലെ പലപ്പോഴും തൻ്റെ പ്രവൃത്തികളും വാക്കുകളും മറ്റുള്ളവരെ വേദനിപ്പിക്കാറുണ്ട്. അത് കാരണം പല ശത്രുതകളെയും ഇവർ ജീവിതത്തിൽ അഭിമുഖീകരിക്കാറുണ്ട്. താൻ ഒന്നും മനസ്സിൽ കരുതിയായിരിക്കില്ല പറയുന്നതും ചെയ്യുന്നതും ഒക്കെ. പക്ഷേ അത് മറ്റുള്ളവർക്ക് പലപ്പോഴും ദോഷമായി ഭവിക്കും. മറ്റുള്ളവരുടെ മനസ്സിനെ അത് വേദനിപ്പിക്കും. തെറ്റിദ്ധാരണകൾ കൊണ്ടുള്ള ശത്രുതകളും വിരോധങ്ങളുമൊക്കെ ധാരാളം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരും. ജീവിതത്തിൽ ശത്രുക്കൾക്ക് യാതൊരു കുറവും ഇല്ലാത്തവരാണ്. ഒരു കാലത്ത് തൻ്റെ കൂടെ നടന്നവരും ബന്ധുക്കളുമൊക്കെ പിൽക്കാലത്ത് തൻ്റെ ശത്രുക്കളായി എന്നിരിക്കും. മറ്റുള്ളവരുടെ പ്രവൃത്തികൾക്ക് പലപ്പോഴും ബലിയാടാകേണ്ടി വരുന്നവരാണ്. ആരോപണങ്ങൾ കേൾക്കുക, കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായിട്ട് വരിക, മറ്റാരെങ്കിലും ചെയ്തത് തൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കുക തുടങ്ങിയവ ജീവിതത്തിൽ പലപ്പോഴായി നേരിടേണ്ടതായിട്ട് വരും. ഇതൊക്കെ കേട്ട് വെറുതെ ഇരിക്കാൻ ഇവരെ കിട്ടാറുമില്ല. ശക്തമായി തന്നെ അത്തരം അവസരങ്ങളിൽ പ്രതികരിക്കുകയും ചെയ്യാറുണ്ട്. സഹിച്ചും ക്ഷമിച്ചും ഒക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കില്ല. അതിന് വേറെ ആളെ നോക്കണം എന്നുള്ളതാണ് ഇവരുടെ രീതി. ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ പ്രതികരിക്കാതിരിക്കാൻ ഇവർക്ക് സാധിക്കാറില്ല. പറയാനുള്ളത് പറയാതെ കൺട്രോൾ ചെയ്തിരിക്കാനും ഇവർക്ക് കഴിയില്ല. പറയേണ്ട കാര്യങ്ങളും തൻ്റെ അഭിപ്രായങ്ങളും നിലപാടുകളും ആരുടെ മുഖത്ത് നോക്കിയും ഒരു മടിയും കാട്ടാതെ പറയുന്നവരാണ്. ഇഷ്ടപ്പെടാത്തതിനെ ഇഷ്ടമില്ലാത്തതിനെ പൂർണ്ണമായി തള്ളിക്കളയുകയും ഇഷ്ടപ്പെട്ടതിനെ ആർക്കും വിട്ടുകൊടുക്കാതെ എല്ലായ്പ്പോഴും ചേർത്ത് കൊടുക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ സ്വഭാവം. സ്നേഹിക്കുന്നവരുടെ കാര്യത്തിൽ ഇത്തിരി പൊസസീവ് തന്നെയാണ് ഇവർ. അവരുടെ ഏത് കാര്യത്തിനും കട്ടയ്ക്ക് തന്നെ കൂടെ നിൽക്കും. ഇവരെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ്. ചതിക്കില്ല. താൻ സ്നേഹിക്കുന്നവരുടെ വിശ്വസിക്കുന്നവരുടെ കൂടെ ഏത് കാര്യത്തിനും ഇവർ എല്ലായ്പ്പോഴും കൂടെ തന്നെ നിൽക്കും. പക്ഷേ ചതിയും വഞ്ചനയും ഒക്കെ പലപ്പോഴും പലരിൽ നിന്നും താൻ നേരിട്ടു എന്നിരിക്കും. തന്നെ ചതിക്കുന്നവർ പിന്നീട് എത്ര തന്നെ പുണ്യാളൻ ആയാലും അവർക്ക് ഇവർ മാപ്പ് കൊടുക്കാറില്ല. തള്ളിക്കളഞ്ഞാൽ തള്ളിക്കളഞ്ഞത് തന്നെയാണ്. പിന്നെ ആ വഴി പോവില്ല. അതിനി ആരായാലും ശരി. ജീവിതത്തെ ഒരു പരിധിവരെ പോസിറ്റീവായി കാണുന്നവരാണ്. ഒന്നിനോടും പെട്ടെന്ന് തോറ്റു കൊടുക്കില്ല. ഏത് പ്രതിസന്ധി വന്നാലും വിജയം വരെയും പോരാടുക എന്നുള്ളതാണ് ഇവരുടെ ലൈൻ. എല്ലാം ശരിയായി വരും എന്ന ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രം വളരെ പ്രതിസന്ധികളിൽ പോലും കുലുങ്ങാതെ നിൽക്കുന്നവരാണ് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ. ഒന്നിലും തോറ്റുകൊടുക്കാൻ ഇഷ്ടപ്പെടില്ല. എല്ലായിടത്തും വിജയിച്ച് കയറാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഒരു കാര്യത്തെയും മുൻവിധിയോടെ സമീപിക്കാറില്ല. തൻ്റെ കഴിവിൽ വിശ്വസിച്ച് തൻ്റെ പരിശ്രമത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകും. പിന്നെ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളതാണ് ഇവരുടെ ശൈലി. ഇനി ഇവരുടെ ജീവിത പുരോഗതി നോക്കുകയാണെങ്കിൽ ഇവരുടെ ജീവിതത്തിലെ 20 വയസ്സുവരെയുള്ള കാലം
ബുധൻ്റെയും കേതുവിൻ്റെയും ദശാകാലമാണ് ഉണ്ടാകുന്നത്. അതായത് ബാല്യകാലത്ത് ആരോഗ്യക്കുറവും പല വിധേനയുള്ള അസുഖങ്ങളുമൊക്കെ നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. കുടുംബത്തിലെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, അച്ഛനമ്മമാർ തമ്മിലുള്ള കലഹങ്ങൾ, കുടുംബത്തിൽ ഐക്യതയില്ലാത്ത അവസ്ഥ, പഠിക്കാൻ കഴിവുണ്ടായിട്ടും അതിന് സാധിക്കാത്ത സാഹചര്യങ്ങൾ വരിക, കുടുംബാംഗങ്ങളുടെ രോഗാവസ്ഥകൾ, ബന്ധുജനത്തിൻ്റെ സഹകരണമില്ലായ്മ, അവർ കാരണമുള്ള ദുഃഖങ്ങൾ തുടങ്ങിയവയൊക്കെ ഇത്തരം പല വിധേനയുള്ള പ്രയാസങ്ങളെയൊക്കെ ഇവർ ബാല്യകാലത്ത് നേരിട്ടു എന്നിരിക്കും. കഷ്ടപ്പാടുകളുടെ ഇടയിലും ഒന്നുമില്ലായ്മയുടെ ഇടയിൽ പോലും പഠിച്ച് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഈ നാളുകളിൽ ജനിച്ച ധാരാളം ആൾക്കാർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ബാല്യകാലത്ത് എത്ര തന്നെ ദുരിതങ്ങൾ കുടുംബത്തിൽ വന്നാലും, എത്ര തന്നെ അവശതകൾ തനിക്കുണ്ടായാലും നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതം രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബാല്യകാലത്ത് തന്നെ കുടുംബത്തിൻ്റെ ഭാരം ഏറ്റെടുക്കേണ്ടി വരുന്നവരും ഈ നാളുകളിൽ ധാരാളമായിട്ട് ഉണ്ട്. 18 മുതൽ 20 വയസ്സ് വരെയുള്ള ആ ഒരു ദശാസന്ധി കാലഘട്ടങ്ങളിൽ തടസ്സവും വരാം. വിദ്യാപൂർത്തീകരണത്തിനും തടസ്സങ്ങൾ ഉണ്ടാകാം. പല കുഴപ്പങ്ങളിലും അകപ്പെട്ടു എന്നും വരാം. കുടുംബത്തിൽ വിയോഗം ഉണ്ടായി എന്നും വരാം. എന്നാൽ ജാതകത്തിൽ ബുധനും കേതുവുമൊക്കെ അനുകൂല സ്ഥാനത്താണ് എങ്കിൽ ഞാൻ ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, നല്ല രീതിയിൽ തന്നെ ബാല്യകാലം മുന്നോട്ട് പോകും. 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് ഇവരുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം. അതുവരെയും ജീവിതത്തിൽ അനുഭവിച്ചു വന്ന കഷ്ടങ്ങളൊക്കെ മാറിവരും. വിദ്യാ പുരോഗതി ഉണ്ടാകും, അല്ലെങ്കിൽ വിദ്യാ പൂർത്തീകരണം വരും. തൊഴിൽ നേട്ടം, വിവാഹം എന്നിവ നടക്കാം. ഭൂമി വാങ്ങാം, വീട് വയ്ക്കാം, വാഹനം സ്വന്തമാക്കാം. ആഗ്രഹിക്കുന്നതൊക്കെയും പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്ത് നേടാനായിട്ട് സാധിക്കും. താൻ പ്ലാൻ ചെയ്തതുപോലെയൊക്കെ ജീവിതം മുന്നോട്ട് പോയേക്കാം. തൊഴിലിൽ നേട്ടങ്ങളുണ്ടാക്കാൻ സാധിക്കും. സാമ്പത്തികമായി മെച്ചപ്പെടാം. കുടുംബത്തിലെ കടബാധ്യതകളും പ്രതിസന്ധികളും തീർക്കാം. ഇങ്ങനെയൊക്കെ ഒരു നല്ല കാലഘട്ടമാണ് 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാലഘട്ടം. പക്ഷേ ആയില്യം തൃക്കേട്ട നക്ഷത്രങ്ങൾ ജനിച്ച സ്ത്രീകൾക്ക് ഈ 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുടുംബത്തിൽ പല വിധേനയുള്ള പ്രയാസങ്ങളെയും നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. ഭർത്താവുമായിട്ടുള്ള കലഹം, അഭിപ്രായ വ്യത്യാസം, അകൽച്ച, കുടുംബക്കാരുമായിട്ടുള്ള പ്രശ്നം, ഒരുപക്ഷെ വിവാഹമോചനം എന്നിവയൊക്കെ ഈ നക്ഷത്രത്തിൽ ജനിച്ച ഭൂരിഭാഗം സ്ത്രീകളുടെ ഇടയിലും വരുന്നതായിട്ട് കാണാറുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 20 മുതൽ 40 വയസ്സ് വരെയുള്ള കാലഘട്ടം ഇവരുടെ ജീവിതത്തിൽ നല്ല പുരോഗതിയുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ നക്ഷത്രക്കാർക്ക് ഈ പ്രായത്തിൽ നല്ലൊരു ജീവിതം തന്നെ കെട്ടിപ്പടുത്താനായിട്ട് സാധിക്കും. ഞാൻ ഈ പ്രായത്തിലുള്ള ആളാണല്ലോ, എനിക്കിതൊന്നും ഉണ്ടാകുന്നില്ലല്ലോ എന്നുള്ളതാണ് നിങ്ങളുടെ സംശയം എങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ എന്തൊക്കെയോ പോരായ്മകളുണ്ട്. നല്ലൊരു ജ്യോതിഷിക്ക് ഒരുപക്ഷെ നിങ്ങളെ സഹായിക്കാൻ ആയിരിക്കാം. 40 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ള കാലത്ത് ആദിത്യൻ്റെയും ചന്ദ്രൻ്റെയും ദശാകാലമാണ്. 40കൾ അത്ര നല്ലതല്ല ഇവർക്ക്. തൊഴിൽപരമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടാകാം. പല വിധേനയുള്ള പ്രതിബന്ധങ്ങളും എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകാം. നിരാശയും ദുഃഖവും ഒക്കെ വരാവുന്ന സമയമാണ്. പല ദുരനുഭവങ്ങൾക്കും സാധ്യതയുള്ള കാലഘട്ടമാണ്. തൊഴിൽ നഷ്ടമോ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധിയോ ഒക്കെ നേരിടാം. സാമ്പത്തികമായിട്ടുള്ള നഷ്ടകഷ്ടങ്ങൾ, കടബാധ്യതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും വിശ്വാസ വഞ്ചനയും ഒക്കെ നേരിടാം. ആരോഗ്യവും ഈ സമയത്ത് മോശമായിരിക്കാനാണ് സാധ്യത. പല വിധേനയുള്ള രോഗങ്ങൾ വരാനും രോഗങ്ങൾ കാരണം ബുദ്ധിമുട്ടാനും ഒക്കെയുള്ളൊരു സാധ്യതയും ഈ സമയത്തുണ്ട്. കുടുംബത്തിലും സമാധാനക്കുറവിനും കലഹങ്ങൾക്കും കുടുംബവുമായിട്ടുള്ള അകൽച്ചയ്ക്കുമൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. ദൂരദേശവാസം, വിദേശത്ത് തൊഴിലിൽ പ്രയാസം നേരിടുക. അപ്പോൾ ഈ പറഞ്ഞ പ്രയാസങ്ങളെല്ലാം കൂടി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നില്ല. ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും ഈ പ്രായത്തിലുള്ള ആയില്യം കേട്ട രേവതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. അത്ര നല്ല കാലഘട്ടമല്ല ഇത്. വളരെ സേഫായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുക. റിസ്ക് പിടിച്ച കാര്യങ്ങളൊന്നും ഈ പ്രായത്തിൽ ചെയ്യാൻ പാടില്ല. ഉള്ള തൊഴിൽ തന്നെ നഷ്ടപ്പെടുത്താതെ കൊണ്ടുപോകുന്നതാണ് ഈ സമയത്ത് നല്ലത്. വലിയ സാമ്പത്തിക ബാധ്യതകളിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ജാഗ്രത പാലിച്ചില്ല എങ്കിൽ താൻ ജീവിതത്തിൽ ഉണ്ടാക്കിയ നേട്ടങ്ങളൊക്കെ നഷ്ടമായി എന്നിരിക്കും. ജാതകത്തിൽ ചന്ദ്രൻ അനുകൂലമാണ് എങ്കിൽ 50 വയസ്സിന് ശേഷം കാര്യങ്ങൾ മെച്ചപ്പെടും.
അപ്പോൾ പൊതുവിൽ ഈ 40കളാണ്, 40 മുതൽ 50 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഞാൻ ഈ പറഞ്ഞ ദോഷങ്ങൾ കൂടുതലും അനുഭവിക്കുന്നത്. ചന്ദ്രൻ ജാതകത്തിൽ ബലവാനാണ് എങ്കിൽ 50 വയസ്സിന് ശേഷം നല്ല ഫലങ്ങൾക്കാണ് സാധ്യത. കുടുംബത്തിൽ പല വിധേനയുള്ള പുരോഗതി ഉണ്ടാകാം, സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകാം, നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷേ അവിടെയും തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 50 മുതൽ 56 വയസ്സ് വരെയുള്ള കാലഘട്ടം അത്ര ഗുണകരമല്ല. ശാരീരികമായ ബുദ്ധിമുട്ടുകളും മനസ്സമാധാനവും കുടുംബത്തിൽ പല വിധേനയുള്ള പ്രയാസങ്ങളുമൊക്കെ ഈ സമയത്ത് നേരിടാൻ സാധ്യതയുണ്ട്. 56 വയസ്സ് മുതൽ 81 വയസ്സ് വരെ ഇവരുടെ ജീവിതങ്ങളിൽ വരുന്നത് ചൊവ്വയുടെയും രാഹുവിൻ്റെയും ദശാകാലം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ നാളുകാരുടെ വാർദ്ധക്യ ജീവിതം അത്ര ഗുണകരമാകണം എന്നില്ല. ശരീരസുഖം കുറയും, ഇടവിട്ട് പല വിധേനയുള്ള അസുഖങ്ങളും ഉണ്ടായേക്കാം. സന്താനങ്ങൾ കാരണമായും സ്വജനങ്ങൾ കാരണമായിട്ടുമൊക്കെ പ്രയാസങ്ങൾ ജീവിതത്തിൽ വരാം. കുടുംബത്തിൽ നിന്ന് സുഖവും സന്തോഷവും കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ്. വിലപ്പെട്ടതും വിലപ്പെട്ടവരുമൊക്കെ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ഒറ്റപ്പെടൽ ജീവിതത്തിൽ അനുഭവിക്കാം. എന്നാൽ ഈ ഒരു കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള മോഹങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കാതെ തൻ്റെ തൊഴിലിലോ അല്ലെങ്കിൽ സാമൂഹികമോ ആത്മീയപരമായിട്ടോ ഉള്ള മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ 56 ശേഷമുള്ള ഇവരുടെ ജീവിത കാലഘട്ടത്തിൽ ആ മേഖലകളിലൊക്കെ നല്ല നിലയിൽ തന്നെ ശോഭിക്കാനായിട്ട് സാധിക്കും. പക്ഷേ കുടുംബത്തിൽ നിന്നുള്ള ഒരു സുഖത്തിന് കുറവ് വരുന്ന, കുടുംബത്തിൽ നിന്ന് പല വിധേനയുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 56 വയസ്സിന് ശേഷമുള്ള ഇവരുടെ ഒരു വാർദ്ധക്യ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ആയില്യം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ദശാകാലങ്ങളെപ്പറ്റിയും അവരുടെ പൊതുവായിട്ടുള്ള ചില ഫലങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിച്ചത്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. നന്ദി.